എന്തത്? ഏത്? അത് വാർപ്പ്. വാർപ്പാ? ആ. ബോട്ട് എവിടെ? ബോട്ടാ? അതിൽ പോവാൻ ഒരു കുഴപ്പമില്ല. ഇതിലെങ്ങനെയാ മുതലായിട്ട് അടുത്തേക്കാ പോണേ? നിങ്ങൾ എന്തിനാ കളിയാക്ക? ഒരു കുഴപ്പമില്ല. ദാ ഇയാൾ ഇപ്പൊ പോയി വന്നേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾ പെട്ടെന്ന് വലിച്ചടിപ്പിച്ചോളാം. ദേ റോപ്പ് ശ്രദ്ധിച്ച് പിടിച്ചോളണേ. വയർലെസ് സെറ്റല്ലേ കൈ ഇരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന്. എന്തൊരു കഷ്ടത്. ഇത്ര നേരമായിട്ടൊരു ബോട്ട് വേണ്ട, ഒരു വള്ളംകളി സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇത് എന്നെ സംഘടിപ്പിക്കാൻ പറ്റ പാട് ഞങ്ങൾക്കറിയാം അല്ലേ? അല്ല, വാർപ്പുകൾ വേണമെങ്കിൽ ഇനി സംഘടിപ്പിക്കാം. എന്തിനാ ബിരിയാണി വെക്കാനാ? ഇയാള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക. തനിക്ക് പറ്റിങ്ങി ചെയ്യാൻ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോ. പ്രസിഡന്റ് വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇതിലൊന്നും കയറി വെടി വെക്കാൻ പറ്റില്ല. എന്തറിഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ? വെറുതെ കാലുവാരി കസേരകളി നടത്തുന്ന പോലെ അല്ല. ഒന്ന് പിഴച്ചാ ജീവൻ പോവും. കാർന്നൂര് കളിക്കാൻ വന്നേക്കണം. മെനക്കെടുത്താന്ന് പോടോ. പ്രസിഡന്റെ അവന്റെ തോക്കാണിരിക്കുന്നത്. വെടിവെച്ചാൽ ഏത് പ്രസിഡന്റും ചാവും, മറക്കണ്ട. ശരി, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഈ പണിക്കർക്ക് സർക്കാരിലുള്ള ഹോൾഡ് എന്താണെന്ന് അറിയിച്ചു തരാം. പ്രസിഡന്റ്, അതെ, വോട്ടും കുന്തോന്നും കിട്ടാത്ത ഒരു മുടിഞ്ഞ നാടായത്. നേരത്തെ അയാൾ അതിൽ കയറി പോയിട്ട് വന്നതാ. ഒരു കുഴപ്പമുണ്ടായില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സെറ്റ് ഇരിക്കില്ലേ, വിളിച്ചു പറഞ്ഞാൽ മതി. വടമൊക്കെ ശരിയാക്കിയിട്ടിരിക്കില്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. പൊയ്ക്കോളൂ. എനിക്ക് തോന്നുന്നില്ല ഇതിൽ പോയാൽ ശരിയാവുന്നു. മുതൽ ആ 2 പിള്ളേരെ തന്നെ ലക്ഷ്യമിട്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കില്ല. ധൈര്യമായിട്ട് പോയിക്കോളൂ. പൊയ്ക്കോളൂ. എന്താ ഇതൊന്നും വേണ്ട, എനിക്ക് നന്നായിട്ട് നീന്താനറിയാം. അതൊക്കെ മാറ്റി പൊയ്ക്കോളൂ. എന്തെങ്കിലും ആവട്ടെ. ഇതെന്താ വല്ലാത്തൊരു മണം? ബിരിയാണി ചെമ്പാണ് സാർ. ഈശ്വര. സാർ എന്തത്? തുഴയാനാണ് സാർ. തള്ളി വരോ? സുരേഷ്, ഇനി അടുത്തേക്ക് പോണ്ട. ഞാനിതാ വെടിവെക്കാൻ പോകുന്നു. ആരവിടെ വാർപ്പനക്കുന്നേ? ഇവിടെ ആരും വാർപ്പനക്കുന്നില്ല. അത് കാറ്റുകൊണ്ട് അനങ്ങിയതായിരിക്കും. കാറ്റൊന്ന് അടക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യൂ. എവിടെ നോക്കിയാണ് വെടിവെക്കുന്നത്? ഞങ്ങളിപ്പോ ചത്തേനെ. മുതലേക്ക് കൊണ്ടെന്ന് തോന്നുന്നു. സുരേഷ്, മുതലേക്ക് കൊണ്ടോ? കൊണ്ടില്ല, ഒന്നും കൂടി ട്രൈ ചെയ്യാം. മുതലേ കാണുന്നുണ്ടോ സുരേഷ്? ഞാനൊന്ന് നോക്കട്ടെ.
ചെയ്യുന്നില്ലല്ലോ. എങ്ങോട്ടാണ് തൈ വലിഞ്ഞു കയറുന്നത്? ഇവിടെ സ്ഥലമില്ല. പോയി വെടി വെക്കണോ? എവിടെ നോക്കിയാണോ വെടി വെക്കുന്നത്? കുറച്ചും കൂടെ മാറുന്നെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതിന്. താനൊക്കെ എവിടുത്തെ വേട്ടക്കാരനാണോ? വേട്ടക്കാരൻ എന്റെ തന്ത. ഞാൻ പോലീസാ, SI ഷാർപ്പ് ഷൂട്ടർ സുരേഷ്. ചുമ്മാ അതല്ല മുതലേക്ക് കൊള്ളാത്തത്. വെടിവെക്കാറുണ്ടെ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്കൊരു കമ്പനി തരാൻ വേണ്ടി വന്നാടാ. ആണാ? നന്നായി. ഇവിടെ ഇരുന്ന് മുഷിഞ്ഞു. എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങള്? ഇപ്പൊ നാട്ടിലെ വിശേഷം നിങ്ങളല്ലേ ടിവിയിൽ ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കല്ലേ കേരളം മുഴുവനും. ലൈവായി കാണിക്കുന്നോ? ശരിക്കും TV കയറി പേരെടുക്കാന്ന് വെച്ച് ചാടി കയറിയതാ ഇപ്പൊ അബുദായത്. കുറച്ചും കൂടെ സ്ലോ ആയിട്ട് നീന്തിരുന്നെങ്കിൽ പേരിന് വരെ ശവം എടുത്തേനെ. നിർത്തടാ. ഇനി നീ ഇവിടെ നിന്ന് വാ തുറന്നാ പിടിച്ച് ഞാൻ ആ മുതലേക്ക് ഇട്ട് കൊടുക്കും. അമ്മി, ഇയാളൊരു ജോസ് പ്രകാശ്. അപ്പൊ എന്റെ അച്ഛൻ ഇതൊക്കെ കണ്ടു കാണുമോ? കണ്ണിലിങ്ങ കണ്ടു കാണത്തില്ല. എന്തോടോ നിത്യ? ഈ പെണ്ണിന്റെ ബോധം പോയോ? നിത്യ, നിത്യ, എന്റെ അച്ഛനെല്ലാം അറിഞ്ഞു കാണുമോ? ചിലപ്പോ നമ്മളെ രക്ഷിക്കാനായിരിക്കും. രക്ഷപ്പെടണം, രക്ഷപ്പെടണം. അല്ലെങ്കിൽ വേണ്ട. ഒടുവിൽ പട്ടാളം ഇറങ്ങുന്നു. ഭയങ്കരനായ മുതലയെ നേരിടാൻ പട്ടാളം തന്നെ വരേണ്ടിയിരിക്കുന്നു. ആദ്യമായാണ് ഇങ്ങനൊരു കാര്യത്തിന് പട്ടാളം വരുന്നത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് അവർ സമ്മതം മൂളിയിരിക്കുന്നത്. ഇത് പോലീസിന്റെ കഴിവുകേടല്ല. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള ഉപകരണങ്ങൾ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പക്കൽ ഇല്ലാത്തതുകൊണ്ടാണ് മിലിറ്ററിയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഉപകരണങ്ങൾ ജില്ലയിലെ 2 ഫോഴ്സുകൾക്കും ഉടൻ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രിയ, എപ്പോഴാണ് മിലിറ്ററി എത്തിച്ചേരുന്നത്? സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമുള്ള ഉപകരണങ്ങളുമായിട്ടാണോ അവർ എത്തിച്ചേരുന്നത്? അതേ വേണു. ബോട്ട്, തോക്ക് തുടങ്ങി സകലവിധ സന്നാഹങ്ങളുമായിട്ട് തന്നെയാണ് അവർ ക്യാമ്പിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അവരെ എപ്പോൾ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ പോലീസിന് യാതൊരുവിധ വ്യക്തതയുമില്ല. രാത്രിയാവുന്നതിന് മുമ്പ് തന്നെ അവരെ കരക്കെത്തിക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വേണു, പ്രിയ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വേണു, ക്രിക്കറ്റ് താരം ശ്രീരാജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ സന്ദർശനം? അങ്ങനെയൊന്നും അല്ല. അപകടത്തിൽപ്പെട്ട നിത്യ എന്റെ ഫാമിലി ഫ്രണ്ടാണ്. സംഭവങ്ങൾ നേരിട്ട് കണ്ടറിയാൻ വേണ്ടി വന്നാണ്. ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബ സുഹൃത്ത്. പിന്നെ പരിശീലനത്തിന് പോകാതെ ഷോപ്പിങ്ങിനും മറ്റുമായി കറങ്ങി നടക്കാനാണ് പുതിയ താരങ്ങൾക്ക് താല്പര്യമെന്ന് പറഞ്ഞ മുൻ കോച്ച് താങ്കളെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല. കറക്റ്റായി പ്രാക്ടീസിന് പോകുന്ന ആള് തന്നെയാണ് ഞാൻ. മറ്റു താരങ്ങൾ ചിലപ്പോൾ കോച്ച് പറഞ്ഞാലായിരിക്കും. അതെ സാർ. സാർ, എന്റെ മോക്ക് എന്താ പറ്റിയത്? അവൾ എങ്ങനെ ഇവിടെ എത്തിയത്? ആരാടോ ഇത്? പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാ. ഓ, നിങ്ങളാണല്ലേ? അതെ. ആ കൊച്ചു അതിന്റെ കാമുകനുമായിട്ട് വല്ല മുതലമടയിലും ചെന്ന് കയറിയാലും ഞങ്ങൾ എന്ത് ചെയ്യാനാ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറിയിരിക്കും. മിലിറ്ററി ഇപ്പോൾ ഉടനെ എത്തും. സോറി, നോ മോർ ക്വസ്റ്റ്യൻസ്. സർ, വൺ ക്വസ്റ്റ്യൻ പ്ലീസ് സർ. അമ്മയുടെ ഭക്തിയാണ് താങ്കളെ രക്ഷിക്കുന്നതെന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? ഞാൻ നന്നായി കളിച്ചുകൊണ്ടാണ് ടീമിൽ കയറാനും തുടരാനും സാധിക്കുന്നത്. അല്ലാതെ ഭക്തി മാത്രം കൊണ്ടെല്ലാം നേടാൻ പറ്റുമോ? സർ, ഗണേഷ് മാധവൻ സ്വാമിയുടെ ഭക്തനാണ് താങ്കൾ എന്ന് പറയുന്നത്? ഏത് ഗണേഷ് മാധവൻ? അമ്മ ഒന്ന് മാറണ്ട കൊച്ചേ. സാർ, എന്താണോ? SP-യുടെ വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നു. എന്താണ്? മിലിറ്ററി വരുന്ന കാര്യം ഐലൻഡിലുള്ളവരെ കൂടി അറിയിക്കണമെന്ന്. അതെന്തിനാണോ ഇനിയിപ്പോ എല്ലാരെയും കൂടി അറിയിക്കുന്നത്? സാർ, ഇതൊന്നും അറിയാതെ അവർ വല്ല റിസ്ക് എടുത്ത് കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് പെട്ടാലോ? എന്നാ ഒരു കാര്യം ചെയ്യ്,
താൻ ചെന്നൊരു വാർപ്പെടുത്തുണ്ടോ സാർ ഞാൻ അതിൽ കയറി തുഴഞ്ഞ് അക്കരെ ചെന്ന് പറഞ്ഞിട്ട് വരാം എന്തേ സാർ വാർപ്പ് റെഡിയാണ് സാർ പോയി മെഗാഫോൺ എടുത്തോണ്ട് പാടോ ശരി സാർ കോപ്പ്